ഇപ്പൊ വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. ഹലോ. അയ്യോ. ചായ വരാ ചായപ്പ് ഉണ്ട് സമയമായി 6 മണിക്കാ മഞ്ജു 6 മണിക്കാണ് കാരണം കുഴപ്പമില്ല. ഈ ക്യാമ്പസുകളിലൊക്കെ മയക്കുമരുന്ന് വ്യാപകമാകുന്നതിനെ കുറിച്ചും ചേച്ചിയാണെന്ന് തോന്നുന്നു. ചേട്ടാ ഇപ്പൊ ഏറുന്ന് ഇറങ്ങിയതേ ഉള്ളൂ 2 ദിവസവും. നമ്മൾ സിനിമ ആഗ്രഹിക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ അന്ന് ട്രോളെന്ന് പറഞ്ഞ് പറ്റിയിട്ടില്ല. ഇനിയിപ്പോ പുതിയ കാരണത്തിന് ചിലപ്പോൾ വരും. ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളതല്ലാതെ ആദ്യം വിഷമൊക്കെ വരും. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ടിൻചേട്ടൻ എന്നെ വിളിക്കും, എടാ എന്നെ എന്തൊക്കെ. ഈ ഒരു ജാസി ഗിഫ്റ്റിൻ്റെ ഈ ഒരു പെരുമാറ്റത്തോട് എത്ര ആൾ യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അംഗീകരിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ബഹുമാനിക്കുന്ന, ആരാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജാസി ഗിഫ്റ്റ്. വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് കയറി വന്ന ഒരാളാണ് അദ്ദേഹം. ജയരാജ് സാറിനെ പോലുള്ള ഒരാളില്ലെങ്കിൽ ജാസി ഗിഫ്റ്റ് എന്നൊരു വ്യക്തി ഇന്ന് സിനിമാ ലോകത്ത് ഉണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഒരു ബഹുമാന്യനായ ഒരു ഡയറക്ടർ അവസരം കൊടുത്ത് സിനിമയിലെത്തിയ ആ ഒരു മനുഷ്യൻ ഒരിക്കലും ഈ ഒരു പെരുമാറ്റം കാണിക്കാൻ പാടില്ല. ആങ്കർ വേടൻ്റെ കാര്യം പരാമർശിച്ചപ്പോൾ തന്നെ അദ്ദേഹം പ്രതികരിച്ചു. അതേത് തരത്തിൽ? ഇതാണോ ഒരു കലാകാരൻ? ഇങ്ങനെയാണോ ഒരു കലാകാരൻ സമൂഹത്തിനോട് പെരുമാറേണ്ടത്? ഒന്നുമില്ലെങ്കിൽ എത്ര ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാമാണത്. അതെങ്കിലും അദ്ദേഹം ചിന്തിക്കണ്ടേ. അയാൾക്ക് ഇഷ്ടക്കേടുണ്ടാവാം, അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്സായിരിക്കാം. ആയിക്കോട്ടെ, അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളാണ്. പക്ഷേ 10 ആൾ കാണുന്ന ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ വരുമ്പോൾ, അങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ മറ്റുള്ളവരിത് കാണും. അവർ നമ്മളെപ്പറ്റി മോശം കരുതും, നമ്മുടെ പ്രസ്റ്റീജിന് അത് മോശമാണ് എന്ന് ചിന്തിച്ച് അയാൾക്ക് മറുപടി പറയാൻ പറ്റില്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെരുമാറ്റം അവിടെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇങ്ങനെയല്ലല്ലോ ഒരു കലാകാരൻ പെരുമാറേണ്ടത്. സമൂഹത്തിനോട് പ്രതിബദ്ധത ഉള്ള ഒരു കലാകാരൻ ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഇന്ന് ജാസി ഗിഫ്റ്റിനേക്കാൾ എത്രയോ മുകളിലാണ് വേടൻ എന്ന ഒരു കലാകാരൻ. വെറും 26 വയസ്സുള്ള ആ കലാകാരൻ ഉയർന്നു നിൽക്കുന്നത്. ലജ്ജാവതി എന്ന ഗാനത്തിലൂടെയാണ് ജാസി ഗിഫ്റ്റ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. വളരെ ഹിറ്റായിട്ടുള്ള, ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഗാനമായിരുന്നത്. അതിനുശേഷം എത്രയോ പാട്ടുകൾ അദ്ദേഹം ചെയ്തു. അതൊന്നും അത്ര നല്ല രീതിയിൽ വന്നിട്ടില്ല. പക്ഷേ ലജ്ജാവതി ഉണ്ടാക്കിയ ഓളം അത് വലുതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും നല്ലൊരു മനോഹര ഗാനം ഉണ്ട്. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ. ആ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മുഴുവൻ പാടുന്നില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടത്. കാരണം വളരെ മെലഡിക്കായിട്ടുള്ള, പ്രണയം തുളുമ്പുന്ന ഒരു ഗാനം. മലയാളത്തിന് അതുപോലൊരു ഗാനം ആ അടുത്ത കാലത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ ഒത്തിരി വന്നിട്ടുണ്ട്, അതിനുശേഷവും വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു പാട്ട് ചെയ്ത സമയത്ത് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഡിസംബർ എന്ന സിനിമയിൽ മഞ്ജുളൻ എന്ന ഒരു നായകനെ പരിചയപ്പെടുത്തിയ സിനിമയിൽ ആ ഒരു പാട്ട് ഉണ്ടാക്കിയൊരു ഓളം ഭയങ്കരമാണ്. അതായത് മെലഡിയെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകൾ ആ പാട്ടിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് സത്യം. ഒരു മനുഷ്യൻ എടുത്തുയർത്തി കൊണ്ടുവന്ന് ഒരു വലിയൊരു സ്ഥാനത്തിരുത്തിയ ആ ഒരു സ്ഥാനവും അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനെയും അല്ലെങ്കിൽ അത് അംഗീകരിച്ച ജനത്തെയും വളരെ മോശമായിട്ട് ആണ് ജാസി ഗിഫ്റ്റ് ഇപ്പോൾ പെരുമാറിയിട്ടുള്ളത്. എന്നെപ്പോലുള്ള കലാകാരന്മാർ, ഒത്തിരി കലാകാരന്മാർ ജാസി ഗിഫ്റ്റിനെ സ്നേഹിക്കുന്നുണ്ട്. സാധാരണ മലയാളികൾ, സംഗീതത്തെ സ്നേഹിക്കുന്ന, പാട്ടിനെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ ഒത്തിരി അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വരുന്ന പാട്ടുകളൊക്കെ എല്ലാവരും തമിഴിലൊക്കെ, കന്നഡത്തിൽ, തെലുങ്കിലൊക്കെ നല്ല നല്ല ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അത്. അതിന് കാലങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു പെട്ടെന്നുണ്ടായ ഒരു അവസ്ഥയല്ല അദ്ദേഹം. ഏതൊരു ബാറിൽ അല്ലെങ്കിൽ ഒരു ഹബ്ബിൽ പാടിയിരുന്ന ഒരു ആളാണ് അദ്ദേഹം. അവിടെ നിന്നാണ് ജയരാജ് സാറ് കണ്ടെത്തുന്നത്. ഒരു കലാകാരൻ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ആളുകളുടെ പിന്തുണ ആവശ്യമാണ്.
ഞാൻ വളർന്നത് സോഷ്യൽ മീഡിയ എന്നൊരു ഇടം കൊണ്ടാണ്. അതിലെ നല്ല കുറേ സുഹൃത്തുക്കൾ കാരണമാണ്, സാധാരണപ്പെട്ട ജനങ്ങൾ കാരണമാണ്, ലോകത്തിൻ്റെ പലയിടങ്ങളിലുള്ള മലയാളി സുഹൃത്തുക്കളും സഹോദരങ്ങളും കാരണമാണ്. ആ ഒരു നന്ദി എനിക്കെന്നും ഉണ്ടാവും. അതുകൊണ്ട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഒരു കടപ്പാടുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ മോശപ്പെട്ട് രീതിയിലൊന്നും പരിഹസിച്ചോ അപഹസിച്ചിട്ടോ ഒന്നും അല്ല പറയാറ്. പക്ഷേ ചില കാര്യങ്ങളെ നമ്മൾ എതിർത്തേ പറ്റുള്ളൂ, പ്രതികരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും ഞാൻ അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അതിന് പലതരത്തിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ടാവും. അതെനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ആ കമൻറ്റുകൾ പോലും എൻ്റെ എന്താ പറയുക പോസ്റ്റിന് റീച്ച് ഉണ്ടാക്കുന്നതാണ്. ഞാനത് കരുതിയിട്ടുമല്ല, റീച്ച് കിട്ടണം വെച്ചിട്ടല്ല ഒന്നും ഞാൻ ചെയ്യുന്നതും. പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ ഒന്നും കൂടുതലൊന്നും പറയണ്ട. ഈ അടുത്ത കാലത്തുണ്ടായ RLV രാമകൃഷ്ണൻ മാഷിൻ്റെ പ്രശ്നം നമ്മളൊക്കെ അറിയാവുന്ന കാര്യമാണ്. വളരെ താണ നിലയിൽ നിന്ന് കയറി വന്ന ഒരു കലാകാരൻ, മണിച്ചേട്ടനെ പോലുള്ള ഒരു വലിയ കലാകാരൻ്റെ സഹോദരൻ, അറിയാലോ. അദ്ദേഹം അനുഭവിച്ച ആ സമയത്ത് അനുഭവിച്ച മാനസിക വ്യതകൾ എത്രയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇന്നും അത് മണിച്ചേട്ടൻ്റെ സഹോദരൻ കൂടി ആയതുകൊണ്ടാണത്. ഇന്നും അദ്ദേഹം എത്ര ലാളിത്യമായിട്ടാണ്, എത്ര എളിമയോടു കൂടിയാണ് ഒരു സദസ്സിലും അതല്ലെങ്കിൽ ഒരു വീഡിയോയിലും അതല്ലെങ്കിൽ പോകുന്ന ഇടങ്ങളിലൊക്കെ എത്ര ലാളിത്യമായിട്ട്, എത്ര ബഹുമാനത്തോടു കൂടി, എത്ര എളിമയോടു കൂടിയാണ് പെരുമാറുന്നത്. അദ്ദേഹം ആരെയും കുറ്റം പറയുന്നില്ല, ആരുടെയും കാര്യങ്ങൾ കേൾക്കാതിരിക്കുന്നില്ല. സോഷ്യൽ മീഡിയ ഇന്ന് ഒരു കലാകാരനെ മോശമാക്കാനും നന്നാക്കാനും കഴിയുന്നൊരു ഇടമാണ്. ജനങ്ങൾ സദാ ജാഗരൂകരായി ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലം. ഇപ്പം നമുക്ക് എടുത്തു പറയാൻ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനോട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക യുദ്ധ അന്തരീക്ഷത്തിൽ നിൽക്കുന്നൊരു സമയമാണിപ്പോൾ. തീർച്ചയായിട്ടും ഇന്ത്യൻ ആർമിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സല്യൂട്ട് ഞാൻ അറിയിക്കുന്നു. കാരണം ഒരുപാട് വിധവകളെ സമ്മാനിച്ച പാകിസ്ഥാന് നേരെ തൊടുത്ത ഓരോ ആയുധങ്ങളും നമുക്ക് വിലപ്പെട്ടതാണ്. അതിനെ ഞാൻ നെഞ്ചോട് ചേർക്കുന്നു. ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് എനിക്ക് അതിയായ ബഹുമാനവും സ്നേഹവും ആദരവുമുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരം ഒരു വീഡിയോ വൈറലാവുന്നത്. ജാസി ഗിഫ്റ്റിൻ്റെ ഒരു സമൂഹത്തിനോട്, ഒരു രാഷ്ട്രത്തിനോട്, സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ കലാകാരന്മാരോട്, ഓരോ ജനങ്ങളോടും കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം എല്ലാ കലാകാരന്മാർക്കും. വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൊതുസ്വത്താണെന്ന്. ഓരോ കലാകാരനും അത് ചിന്തിക്കണം. നാടിൻ്റെ പൊതുസ്വത്താണ് ഓരോ കലാകാരനും. പൊതുജനം വിചാരിച്ചാൽ ഇറങ്ങിപ്പോകേണ്ടി വരും. ജാസി ഗിഫ്റ്റ് സാറേ, നിങ്ങളെ ഒരുപാട് ഹൃദയത്തിൽ വെച്ച ഒരാളാണ് ഞാൻ. സത്യമായിട്ടും നിങ്ങളുടെ പാട്ടുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങളെ കളഞ്ഞു ഒളിച്ചത് വളരെ ചെറിയൊരു സമയം കൊണ്ട്. എത്ര സമയമെടുത്താണ് നിങ്ങൾ ഇന്നുണ്ടാക്കിയ പോപ്പുലാരിറ്റി, ഇന്നുണ്ടാക്കിയ ഒരു സ്ഥാനം. പക്ഷേ ഒരു നിമിഷ നേരം കൊണ്ട് നിങ്ങളത് കളഞ്ഞു. ഇനി നിങ്ങളെ അംഗീകരിക്കാൻ ഒരിക്കലും സംഗീത പ്രേമികൾ വരില്ല, ഞാൻ ഉറപ്പ് തരുന്നു. വിവരക്കേട് കാണിക്കാം, പക്ഷെ അത് പൊതുജനത്തിൻ്റെ മുന്നിലാവരുത്. അതിവിടെ കാണിച്ചവരൊക്കെ അതിനനുസരിച്ച് അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നന്നായി വരട്ടെ. ബൈ, താങ്ക് യു.